സോഷ്യൽ മീഡിയയും നമ്മുടെ കുടുംബജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടിൻ്റെ ഒരു ദിവസമായിരുന്നു. ഞാനിട്ട ഏതാനും റീൽസുകൾ അത് മിക്കവാറും നമ്മുടെ ഫാമിലി ചാനലുകളിലേക്ക് വരും. അതിൽ പറഞ്ഞ തെറികളും അത് പലപ്പോഴും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിൽ വളരെ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയൊരു സാഹചര്യത്തിൽ അത്തരം പോസ്റ്റുകൾ നിർത്താൻ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. തീർച്ചയായും വർക്കൗട്ട് വീഡിയോകളും പിന്നെ ഇടയ്ക്കിട്ടുള്ള മറ്റു മെഡിക്കൽ പോസ്റ്റുകളും ഞാൻ കണ്ടിന്യൂ ചെയ്യും. വർക്കൗട്ട് വീഡിയോകൾക്ക് ഏതായാലും അതിൽ ഞാൻ ഡിസ്കണക്റ്റ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ജിമ്മിൽ ആഴ്ച 2 ദിവസമാണെങ്കിലും ഒന്ന് ചേർന്നിട്ട് വർക്കൗട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡാൻസ് വീഡിയോകൾ ഇനി ChatGPT വഴി മാത്രമേ ചെയ്യുള്ളൂ. ChatGPT വഴിയേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി ചെയ്യുന്നൊരു കാര്യത്തെ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്താനേ പാടില്ല. കാരണം ഓരോ വ്യക്തിക്കും ജീവിതത്തിലൊരു വ്യത്യസ്ത ഫിലോസഫി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അത് വ്യത്യസ്തമാണ്. അത് രക്ഷിതാക്കളായാലും കുട്ടികളായാലും മക്കളായാലും അത് വലിയ വിഷയമാണ്. പലപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫും കുടുംബജീവിതവും ബന്ധപ്പെടുത്തരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പരമായിട്ട് ആക്റ്റീവായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അവരുടെ ഒരു എൻ്റർടൈനിങ് സോണാണ്. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈവിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് വരും, ഒരുപാട് സീരിയസ് വീഡിയോകളിടും. അതിനിടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പ്രെഡ് ഹാപ്പിനെസ് എന്നാണ്. ഹാപ്പിനെസ് നമ്മൾ ലോകത്ത് എല്ലാ അസുഖത്തിനെയും നിർമ്മാർജ്ജനം ചെയ്യാൻ, ഏതൊരു അസുഖത്തിനും പെർഫെക്റ്റായി കൊടുക്കാൻ പറ്റുന്നൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാഫർ യോഗയുടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ലാഫർ യോഗ ട്രെയിനിങ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചിരിക്കേണ്ടി വരും, ചിരിപ്പിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുപോലത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു പാതയിൽ നിന്ന് ഞാൻ പിന്തിരിയുമ്പോൾ ആ പിന്തിരിയൽ ഒരു ഫിലോസഫിയുടെ അസ്തമനാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹാപ്പിനെസ് മുറുകെ പിടിച്ച വലിയ ആൾക്കാരായി മാറണം. ഒരു ചിരിക്കുമ്പോൾ അതാണ് വലിയ ക്രൂരത എന്ന് കാണിക്കുന്ന ലോകത്ത് ചിരിക്കുന്ന മനുഷ്യനെ പോലും ചിരിക്കുന്നതിന് മുമ്പിൽ തടസ്സം നിർത്തുന്ന അതിഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ചിരിയാണ് ലോകത്തെ ഏറ്റവും നല്ല മരുന്ന്. അതിലും വലിയൊരു മരുന്നില്ല. ഒരു മനുഷ്യനെ ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മരുന്ന്. അതാണ് ഏറ്റവും സന്തോഷം വിതക്കാനുള്ള മരുന്ന്. മനസ്സ് വേദനിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് വിളിച്ച് സംസാരിക്കുമ്പം അവർക്കുണ്ടാകുന്ന വേദനകൾ, അതിൻ്റെ പേരുണ്ടാകുന്ന കമ്പാരിസൺസ്. പലപ്പോഴും നമ്മളെക്കുറിച്ചൊക്കെ ചിലർ പറയും, നീ കുട്ടികളൊക്കെ വിചാരിക്കുന്നത് അഭിമാനത്തോടാണ് മറ്റുള്ളവർ പറയുന്നത്. എൻ്റെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഹോൾ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടല്ല എന്നുള്ള അവസ്ഥ നമ്മൾ മറന്നു പോകാറുണ്ട്. ഹോൾ ഈസ് നോട്ട് ഈക്വൽ ടു ഇറ്റ്സ് പാർട്സ്. നമ്മൾക്ക് ചിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവും, കരയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട്. മരണത്തെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വിമർശിക്കുന്ന സാഡിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന മരണത്തെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോകൾ എൻ്റെതുണ്ട്. അത്തരം വീഡിയോകളും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതിനിടയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന വീഡിയോകളുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലൊരു ഫിലോസഫി ഉണ്ട്, സന്തോഷം നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ദ ബെസ്റ്റ് മെഡിസിൻ ഈസ് ഹാപ്പിനെസ്. പ്രിവെൻറ്റീവ് കാർഡിയോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണത്. എനിക്കെൻ്റെ പ്രൊഫഷനുമായിട്ട് അറ്റാച്ച്ഡാണ് എൻ്റെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഞാനൊരു പ്രിവെൻറ്റീവ് കാർഡിയോളജി PG ഡിപ്ലോമ കഴിഞ്ഞ വ്യക്തിയാണ്. അന്ന് പഠിച്ചു. അതിനുവേണ്ടി ഞാൻ സൈക്കോ കാർഡിയോളജി കഴിച്ചു. ഒരു ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു MSc എടുത്തു. പിന്നെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തു. ഇപ്പോൾ ലൗഫർ യോഗ കോഴ്സ് ചെയ്യുന്നു. പോസിറ്റീവ് സൈക്കോളജിയിൽ ചെറിയ കോഴ്സുകൾ അങ്ങനെ ചെയ്തു. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു തത്വമുണ്ട്, മനുഷ്യന് രോഗവിമുക്തമാവണമെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിൻ ലൗഫർ, ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചിരി കാണുമ്പം അതിനെ കോമാളിത്തരം എന്ന് വിശേഷിപ്പിച്ച് അതിനു മുന്നിൽ പരിഹാസ്യ വാക്കുകളുമായിട്ട് ഒരുപാട് മനുഷ്യർ വരുമ്പം അതൊന്നും എന്നെ വേദനിപ്പിക്കാറില്ല. കാരണം അതാണ് എനിക്ക് കരുത്ത് നൽകിയത്. പക്ഷേ ഇതെൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുമ്പം അവർ വേദനിക്കുന്ന മനസ്സ്, അതിൻ്റെ പേരിൽ മാനസികാവസ്ഥ തകരുന്ന സാഹചര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പം എനിക്ക് പറയാനുള്ളത്, അവരോട് പറയാനൊന്നുമില്ല. കാരണം അത് ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഭൂരിഭാഗവും വരാറുള്ളത്. അവർക്ക് ഒന്നുമില്ല. മദ്യത്തിൻ്റെയും MDMAയുടെയും ലഹരിയിൽ മറ്റു മനുഷ്യന്മാരെ തെറി പറഞ്ഞ് ആസ്വദിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് കുടുംബം തകരുന്നതിനൊന്നും വിഷമമുണ്ടാവില്ല. പക്ഷെ ഞാനിത് ഇവിടെ നിർത്തുമ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഉണ്ടാകണം. എന്നോടൊപ്പം എനിക്ക് പറ്റി ഈ സന്തോഷത്തെ മുറുകെ പിടിക്കാൻ, ഈ ഹാപ്പിനെസ്സിനെ സ്പ്രെഡ് ചെയ്യാൻ, ചിരിയെ നമ്മുടെ ജീവിതത്തിൻ്റെ തത്വമാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരണം. എൻ്റെ പ്രിയപ്പെട്ടവരോട്
ഈ ഒരു ഫിലോസഫി എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർക്കത് വിശ്വാസമാവില്ല. കാരണം ഈ പ്രിയപ്പെട്ടവരെല്ലാവരും നോക്കുന്നത് ഞാനിടുന്ന ചിരിക്ക് താഴെ വരുന്ന കമൻറ്റുകളിലേക്കാണ്. ഇത് വലിയ ചർച്ചകളായി വരികയാണ്. ആ ചർച്ചകൾ വരുമ്പം ആ ചർച്ചകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ലൈവ് വരേണ്ടി വന്നത്. ചിരി നിർത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സ് വേദനിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ വേദന? കരഞ്ഞ് മാത്രം തീർക്കാൻ ആഗ്രഹിക്കുന്ന, മരണത്തെ മാത്രം ഇൻസ്റ്റിങ്ക്റ്റായിട്ട് ജീവിക്കുന്ന, പേടിയെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ലോകത്ത് നിന്ന് അതിനൊരു പരിവർത്തനം ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യത്തോടെ ഞാൻ മുറുകെ പിടിച്ചൊരു തത്വം അത് ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ മനസ്സ് വേദനിക്കും. എൻ്റെ ഫിലോസഫി എന്താണ് എന്നറിയാത്ത ഒരുപാട് മനുഷ്യന്മാർ എനിക്ക് മുന്നിൽ കമൻറ്റുകൾ ഇടുമ്പം എനിക്ക് ചിരി ഉപേക്ഷിക്കേണ്ടി വരുമ്പം, ചിരിപ്പിക്കൽ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ മനസ്സ് വേദനിക്കാതിരിക്കില്ല. കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടാവും. ഒരു ലക്ഷ്യമുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ജീവിതം ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനൊരർത്ഥം ഉണ്ടാവും. ആ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് പല വ്യതിയാനങ്ങളും നമ്മൾ നോർമൽ കാണുന്ന മനുഷ്യന്മാരിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് വരാം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമായിരിക്കും നമ്മളിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ചിരി അസ്തമിക്കരുത്. പോസിറ്റീവ് സൈക്കോളജി ഇവിടെ അസ്തമിക്കരുത്. ചിരിപ്പിക്കാൻ ആളുണ്ടാവണം. ഞാൻ തൽക്കാലം ഇത് ഉപേക്ഷിച്ചാലും ഒരുപാട് സീരിയസ് കണ്ടൻറ്റുകളുമായിട്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഞാൻ വരുന്നത്. അത് കാരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ അത് ഈ ഒരു തത്വത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ആവരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഒന്ന് ഈ കമൻറ്റിൻ്റെ അടിയിൽ നിങ്ങളൊന്ന് അറിയിക്കുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ലോകം അറിയട്ടെ എന്താണ്. ചിരിക്കുന്നത് മഹാപാപമാണോ? ചിരിപ്പിക്കുന്നത് മഹാപാപമാണോ? ഒരു കൊടി പിടിച്ചൊന്ന് ചലിക്കുന്നത് മഹാപാപമാണോ? സന്തോഷകരമായ ഒരു മുഹൂർത്തത്തെ ഞാനൊന്ന് കൊടി പിരിച്ച് ചലിച്ചപ്പോഴുണ്ടായ ഒന്നിനെക്കുറിച്ച് ചിലരിട്ട പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടപ്പെട്ട പലരുടെ മനസ്സിനെയും വേദനിപ്പിക്കാൻ അതൊരു കാരണമായത്. എന്താണ് അതിലെ മഹാപാപം? അത് നമ്മൾ പിന്തുടരേണ്ട ഒന്നാണോ, അല്ല ഉപേക്ഷിക്കേണ്ട ഒന്നാണോ? ഈ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇത് പറഞ്ഞറിയിക്കുക. ഓക്കെ, ബി ഹെൽത്തി, ബൈ.